നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഭ്രാന്തന്മാരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും വല്ലാണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം നമ്മൾ വെറൈറ്റി ടൈപ്പ് ഓഫ് ഭ്രാന്തുകളാണ് കാണുന്നത് അല്ലേ? ഓരോ ദിവസം നേരം തെണീക്കുമ്പോഴും ഓരോ ടൈപ്പ് ഭ്രാന്തുകൾ കണ്ടിട്ട് നമ്മളിങ്ങനെ മൂക്കത്ത് വിരൽ വെച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ വലിയ അതിശയമൊന്നുമില്ല ആർക്കും. കേട്ട് കേട്ട് തഴമ്പിച്ച് ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ ആഹാ എന്നൊരു ഇതേ ഉള്ളൂ. ചിലർ ഈ മയക്കുമരുന്ന് മദ്യമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭ്രാന്ത്, ചിലർക്ക് ഈ സോഷ്യൽ മീഡിയ ഭ്രാന്ത്, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിച്ച് ഫേമസ് ആവണമെന്നുള്ള ഭ്രാന്ത്, ചിലരാണെങ്കിൽ ഈ യൂണിവേഴ്സിലൊന്നേ അല്ല എന്നുള്ള രീതിക്കുള്ള ഭ്രാന്തുകളാണ്. അങ്ങനെയുള്ള ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത്. അതുപോലത്തെ ഒരു ന്യൂസിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. പത്തനംതിട്ട അന്തിച്ചിറ എന്ന് പറഞ്ഞിട്ട് അടൂർ അന്തിച്ചിറയിലൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ 140 നായ്ക്കളെയാണ് വളർത്തുന്നത്. നമ്മൾ ചോദിക്കുന്നത് നായ്ക്കളെ വളർത്തുന്നതിൽ എന്താ ഭ്രാന്ത്, അത് നല്ലൊരു കാര്യമല്ലേ എന്ന് ചോദിക്കും. ഒരു വീട്ടിനകത്ത് ഈ 140 നായ്ക്കളെ അടച്ചിട്ട് വളർത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലോ നമ്മുടെ അയൽ വീട്ടിലോ ഒക്കെ ഒരു നായ ഉണ്ടെങ്കിലുള്ള ഒരു അവസ്ഥ ചില സമയത്ത്, എല്ലായ്പ്പോഴും അല്ല, ചില സമയത്ത് അതിൻ്റെ കുര നമുക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അതല്ല പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ചില സമയത്ത് പ്രത്യേകിച്ച് രാത്രികളിലൊക്കെ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ തൊട്ട അയൽപക്കത്തെ വീട്ടിൽ ഈ 140 നായ്ക്കളെ അടച്ചിട്ട് വളർത്തുകയാണെങ്കിൽ ആ അയൽപക്കക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കുകയാണ് എന്തായിരിക്കും എന്നുള്ളത്. അതിൻ്റെ കൂടെ ദുർഗന്ധം, നാറ്റം എന്ന് പറയുമ്പോൾ ആ ഒരു 100 മീറ്റർ ചുറ്റളവിൽ തന്നെ വല്ലാത്ത ദുർഗന്ധവും ഒരു അസഹ്യമായിട്ടുള്ള രീതിക്കെന്നാണ് നാട്ടുകാർ പരാതി പറയാൻ മെയിനായിട്ട് റീസൺ. നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. ഈ ജില്ല, പത്തനംതിട്ട ജില്ല മുതൽ കോട്ടയം വരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ SPCയുടെ സെക്രട്ടറിയാണ് പത്തനംതിട്ട ജില്ലയുടെ. ഞാൻ അങ്ങനെ അഡോപ്ഷനായിട്ട് മനഃപൂർവ്വം വളർത്തിയൊന്നും അല്ല. ഈ കഷ്ടപ്പെടുന്ന പട്ടികളെല്ലാം എടുത്ത് ഈ വഴി ഇന്നിപ്പോൾ രാവിലെ ഒരു ആക്സിഡന്റ് പറ്റിയ പട്ടിയാണ്, ആ യൂട്രസ് വെളിയിൽ ചാടിയത്. അതിനെ ഇവിടെ നിന്ന് എടുത്ത് വെളിയിലെറിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കണ്ട് അത് എങ്ങോട്ട് പോയെന്നോ മരിച്ചെന്നോ ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇത്രയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചാൽ ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നും എനിക്ക് പറയാനുള്ള. ഇവർ ആഗ്രഹമൊക്കെ നടക്കട്ടെ. ആ പട്ടികൾക്കും വിഷം കൊന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ ഇവരുടെ മകനും ഇവരും കൂടിയാണ് ഈ നായ്ക്കളെ വളർത്തുന്നത്. സന്ധ്യ എന്നാണ് ഇവരുടെ പേര്. ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഇനി ആത്മഹത്യ ചെയ്തിട്ട് അവരുടെ രണ്ടുപേരുടെയും ബോഡി അഴുകുന്ന ഒരു സ്മെല്ല് കിട്ടിയിട്ടായിരിക്കും ഇനി നാട്ടുകാർ അവിടേക്ക് വരാൻ പോകുന്നത് എന്നുള്ള രീതിക്കാണ് ഇവർ ഭീഷണി മുടക്കുന്നത്. ഇവർ തീർച്ചയായിട്ടും ഇവർ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. തെരുവിൽ കിടന്ന് അലഞ്ഞും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി കടിക്കുകയും ഇതാകുകയും ഭക്ഷണമൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന പട്ടികളെ നന്നായിട്ട് ഫുഡും മരുന്നൊക്കെ കൊടുത്തിട്ട് അവർ നോക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇതിപ്പം അവിടെ പുറമേ നിന്ന് പലരും കണ്ടത് വെച്ചിട്ടാണെങ്കിൽ പട്ടികളിൽ പലതിനും പരിക്ക് പറ്റി പുഴുവരിക്കുന്ന അവസ്ഥയിലൊക്കെയാണ്. അപ്പം പിന്നെ അതിനെ അങ്ങനെ അടച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇവർക്കും ഈ പറയുന്ന ഈ അമ്മയ്ക്കും മകനും എന്തെങ്കിലും അസുഖം വരുന്ന രീതിക്ക്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിക്ക് പട്ടികളെ അങ്ങനെ പൂട്ടിയിട്ടിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? അവർക്കും നേട്ടമില്ല, പട്ടികളെയും അതാകെ ബുദ്ധിമുട്ടി. പിന്നെ ഏറ്റവും വലിയൊരു ഭയങ്കര ഒരു കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഈ പട്ടികൾ ഒരുപാട് കൂട്ടമായിട്ടുള്ളിടത്ത്, അതല്ലെങ്കിൽ ആട് ഫാമൊക്കെ ഉള്ളിടത്ത് കണ്ടുവരുന്ന ഒരു തന്നെ ഈച്ചയുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ അതിനെ പട്ടി ഈച്ച എന്ന് പറയും. നോർമൽ ഈച്ചയുടെ ഒരു കുറച്ചുകൂടി ഒരു സൈസേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ചിറകിലൊക്കെ ഒരു നല്ല കളറാണ്. പക്ഷേ ഇത് കടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നറിയാമോ? ഇത് വന്ന് കടിച്ച് നമ്മുടെ ബ്ലഡ് കുടിച്ചിട്ട് ഇത് പോയിട്ട് ഇത് കടിച്ച് ചിലപ്പോൾ നമുക്കിത് കടിക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും, ചിലപ്പോൾ ഇത് കടിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല. ഇതിന് നമ്മുടെ ബ്ലഡ് കുടിച്ചിട്ട് പോകും. ഇത് കഴിഞ്ഞ് ഈ സ്ഥലം അങ്ങ് ചൊറിഞ്ഞ് തടിച്ചിട്ട് നമ്മൾ ചൊറിയും. നമ്മൾക്കിപ്പോൾ സാധാരണ കൊതുകൊക്കെ വന്ന് കടിച്ചിട്ട് നമുക്ക് ചൊറിഞ്ഞാൽ നമ്മൾ ചൊറിഞ്ഞ് വിടുകയില്ലേ ചെയ്യുന്നത്. ഇത് ചൊറിഞ്ഞാൽ പോയില്ല. ചൊറിഞ്ഞ് നമ്മൾ ആ ഭാഗം ചൊറിഞ്ഞ് പൊട്ടിയാൽ പോലും നമുക്ക് ആ ചൊറിച്ചിൽ നിൽക്കില്ല. എനിക്കൊക്കെ ഇതിങ്ങനെ കഴിച്ചിട്ട് ചൂടുണ്ടല്ലോ, ഡയറക്റ്റ് തീയുടെ എന്തെങ്കിലും ചൂട് ഭാഗത്തോട്ട് തുണി പിടിച്ചിട്ട് ആ ചൂട് കയ്യിൽ കൊടുത്തിട്ട് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോഴും വീണ്ടും ചൊറിച്ചിൽ തുടങ്ങും. ഒരാഴ്ച കണ്ടിന്യൂസ് ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. ഇത് ഒരു ഈച്ച കടിച്ചാലുള്ള അവസ്ഥയാണ്. ഈ 140 പട്ടികളുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും ഈ ഈച്ചകളുടെ കൂട്ടം തന്നെ ഉണ്ടാവും. അയൽപക്കത്തുള്ള കുട്ടികളെയൊക്കെ കടിച്ചിട്ട് ഇതെന്തൊരു ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഏപ്രിലിൽ നാട്ടിൽ പോയ സമയത്ത് ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ അടുത്തായിട്ടൊരു ആടിൻ്റെ ഫാം ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ 3 മക്കളെയും ഇതുപോലെ ഈ ഈച്ച കടിച്ചിട്ട്, ഡയറക്റ്റ് എനിക്കിപ്പോൾ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് പറയുന്നത്. ഈ ഈച്ച കടിച്ചിട്ട് കുട്ടികളുടെ ഈ അരയ്ക്ക് താഴോട്ട് ഫുള്ള് ഈച്ച കടിച്ച്
കുത്തി പാടായിട്ട് ലാസ്റ്റ് ഇവർക്ക് ചിക്കൻ ബോക്സ് വന്നു. ചിക്കൻ ബോക്സ് വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ, ഞാൻ വാക്സിൻ എടുത്തതാണ്, വാക്സിൻ എടുത്തിട്ട് എന്തുകൊണ്ട് ചിക്കൻ ബോക്സ്, പനിയായിട്ട് വന്നില്ല, പനി ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും വന്നില്ല, ഒരു 5-6 കുരു മേത്ത് വന്നു, കണ്ടപ്പോൾ ചിക്കൻ ബോക്സ് ആണെന്ന് മനസ്സിലായി, ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ വാക്സിൻ എടുത്തിട്ടും ഇത് എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഈ ദേഹത്തെ പാട്, ഈ ഈച്ച കടിച്ച് ചൊറിഞ്ഞ് പൊട്ടിയ പാട് കണ്ടപ്പോൾ ഡോക്ടർ വിചാരിച്ചു ഇത് ചിക്കൻ ബോക്സ് വന്ന് പൊട്ടിയതാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ചിക്കൻ ബോക്സ് വന്നതല്ല, ഇതുപോലെ ആ ഈച്ച കടിച്ചിട്ടാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ, ഈ ചിക്കൻ ബോക്സ് വരാനുള്ള റീസൺ അതാണ്, ആ ഈച്ച കടിച്ച് അങ്ങനെ ആയതാണ് കുട്ടികൾക്ക് അപ്പോൾ ചിക്കൻ ബോക്സ് വരാനുള്ള പാട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിപ്പോൾ ഇവർക്ക് ചെയ്യാവുന്നത് ഏതെങ്കിലും ആളൊഴിഞ്ഞ ഏരിയയിൽ പോയിട്ട് ഇവർക്ക് ഇതുപോലെ ഒരു വീടെടുത്തിട്ട് ഇവർക്കിത് ഷെൽട്ടർ ചെയ്യാം. പിന്നെ ഇത് മാത്രമല്ല, ഇത് ഇങ്ങനെ പട്ടികളെ ഇത്രയും ഒരുപോലെ വളർത്തി, ഈ ഒരു ഫാമിംഗ് പോലെ ഈ പട്ടികളെ ഇങ്ങനെ ഒരുമിച്ച് വളർത്തുന്നതിന് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ പ്രത്യേക അനുമതി എടുക്കണം. ഇവർ ഈ അനുമതിയൊന്നും എടുക്കാതെയാണ് ഈ പട്ടികളെ ഇങ്ങനെ വളർത്തുന്നത്. അത് പ്രത്യേകിച്ച് അയൽക്കാർക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് അത് തീർച്ചയായിട്ടും അനുവദിക്കാൻ പറ്റുന്നതല്ല. കാരണം കുട്ടികൾ, നമുക്ക് ഈ 140 പട്ടികളുടെ കുരയും ബഹളവും പിന്നെ സ്മെല്ലും ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ റിപ്പോർട്ടർമാർ പോയിട്ട് തന്നെ അവർ പറയുന്നുണ്ട് അവർക്ക് ആ ഭാഗത്ത് നിന്നിട്ട് വല്ലാണ്ട് ദുർഗന്ധത്തിൽ നിന്നിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഇതേ സെയിം തന്നെ ഒരു കേസ് എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ന്യൂസ് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കേ. എറണാകുളം കുന്നത്തുനാട് കൂട്ടത്തോടെ പട്ടികളെ വളർത്തുന്നത് പരിസരവാസികളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്നതായി പരാതി. 60 പട്ടികളെയാണ് പത്തനംതിട്ട സ്വദേശി വീണ ജനാർദ്ദനൻ വളർത്തുന്നത്. വീടും കോമ്പൗണ്ടും മറച്ചാണ് പട്ടികളെ വളർത്തുന്നതെന്നാണ് ഇവരുടെ വാദം. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഇവരെയും കൊണ്ട്, ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ടേ പ്രശ്നങ്ങളാണ്. അപ്പോൾ തൊട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഇതിന് പറ്റിയൊരു സ്ഥലം. എനിക്ക് കിട്ടാതെ എനിക്ക് മാറാൻ പറ്റില്ല. എനിക്ക് ഇത്രയും പട്ടികളെയും കൊണ്ട്, എനിക്ക് 60 ഡോഗ്സ് ഉണ്ട്, ഇവർ പൂച്ചകളുണ്ട്, ഇവരെല്ലാം കൊണ്ട് ഞാൻ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ എങ്ങോട്ട് പോയി താമസിക്കും? പിന്നെ ഇന്നലെ ശ്രീനിജൻ MLA നേതൃത്വത്തിൽ വന്നാണ് ഇത് അടിച്ചു പൊളിച്ചത്. ഇവിടെ ഒരൊറ്റ ഡോഗ് പോലും പുറത്തിറങ്ങാത്ത വിധത്തിൽ ഫുള്ള് കവർ ചെയ്ത് ഞാൻ ഫെൻസിങ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഇവിടെ മുഴുവൻ. ഒരു പൂച്ചയ്ക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റില്ല, ഫുള്ള് കവേഡായിരുന്നു. ആ ഗേറ്റ് വരെ ഞാൻ മറച്ചു വെച്ച കാര്യം ആൾക്കാരെ കാണുമ്പോൾ ഇവർ പാനിക്കാവും. ഇന്നിപ്പോൾ ആൾക്കാരെ കണ്ടിട്ടാണ് ഇവർ കിടന്നത്. അവർക്ക് പട്ടികളുടെ ഡ്യൂട്ടിയാണല്ലോ കുരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ, അല്ലാതെ ഇവിടുന്ന് ഒരു പട്ടികളുടെ ഡ്യൂട്ടിയാണെന്ന്. ചേച്ചി എത്ര വൃത്തിയായിട്ട് ആ പട്ടിയൊക്കെ വേണ്ടി സംസാരിക്കുന്നത്, നല്ല കാര്യം. നമ്മൾ മറ്റുള്ള ജീവനുകളെ സ്നേഹിക്കണം, നല്ല കാര്യമാണ്. പക്ഷെ അതേപോലെ തന്നെയാണ് അയൽക്കാരുടെ കാര്യവും. നമ്മുടെ മനുഷ്യ സമൂഹത്തിനോടുകൂടി ആ ഒരു സ്നേഹം വേണം, മനുഷ്യരോടും കൂടി ആ ഒരു സ്നേഹം കാണിക്കണം. ചുറ്റുവട്ടമുള്ളവരുടെ ഈ 60 പട്ടികൾ ഉള്ളപ്പോൾ ഈ ചുറ്റുവട്ടമുള്ളവരുടെ ഒരു ബുദ്ധിമുട്ടും കൂടെ ചേച്ചി ചിന്തിക്കണമായിരുന്നു. അതും ചിന്തിച്ചിട്ടാണ് പട്ടികൾക്ക് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളൊരു മനുഷ്യ സ്നേഹിയാണെന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ പട്ടിയൊക്കെ വേണ്ടി മാത്രം, പട്ടികളുടെ മാത്രം കാര്യങ്ങൾ നോക്കി മനുഷ്യർ എങ്ങനെ ആയിക്കോട്ടെ, ചുറ്റുവട്ടമുള്ളവർക്ക് നാറ്റം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുര കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ആ രീതിക്കാണ് ഇപ്പോൾ ചേച്ചി സംസാരിക്കുന്നത്. ഒരു സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടാവില്ല. കാര്യം ആരെയും കാണുന്നില്ല. അപ്പോൾ ആൾക്കാർക്ക് പൊതുവെ ഒരു 50% മലയാളികൾക്കും അടുത്ത വീട്ടിലോട്ട് ഇവർക്ക് എത്തിനോട്ടം നടക്കുന്നില്ല. ഇവിടെ എന്താണ് നടക്കുന്നതെന്നാ ഇതിൻ്റെയൊക്കെ മറവി അതൊക്കെ നടത്തുന്ന ആൾക്കാർ അങ്ങനെയുള്ള ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും ആ രീതിയിലല്ലല്ലോ. ഞാൻ ഇവരോട് ഇന്നലെ ഇതേ പറഞ്ഞുള്ളൂ, നിങ്ങൾ റൂറൽ SP വിളിച്ചു, ഇങ്ങനെ ഇവിടെ പ്രശ്നം സ്ഥിരമായിട്ടുണ്ടായപ്പോൾ വിളിച്ചപ്പോൾ SP ഓഫീസിൽ നിന്ന് എനിക്ക് തന്ന ഇൻഫർമേഷൻ, സ്ഥലം മാറ്റിയോ ഉൾപ്പെടെ അവിടെ വന്നിട്ടും അവർ വീട്ടിനകത്തേക്ക്, അവരുടെ കോമ്പൗണ്ടിനകത്തേക്ക് കയറാനോ ഇത് ചെക്ക് ചെയ്യാനോ സമ്മതിക്കുന്നില്ല. പോലീസിനെയും ഇവർ അടുപ്പിക്കുന്നില്ല. ഓക്കെ, ഇവർ ഇത്രയും അതിലായിട്ട് നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് അവിടെ കയറി ചെക്ക് ചെയ്യുന്നതിന് ഇവർ എതിർക്കുന്നത്? പോലീസോ RTO വന്നിട്ട് ഇവർ അകത്തോട്ട് കയറാൻ സമ്മതിച്ചിട്ടില്ല. നാട്ടുകാരും ഒക്കെ കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നാട്ടുകാർ അവിടെ തല്ലി തകർക്കുമെന്ന് പറയാനും. പോലീസും RTOയും വന്ന് അകത്തോട്ട് കയറി ഇവരോട് സംസാരിക്കാൻ മുതിർന്നപ്പോഴോ അല്ലെങ്കിൽ പോലീസ് അവിടെ ചെക്ക് ചെയ്യാൻ മുതിർന്നപ്പോഴോ ഇവർ സമ്മതിക്കുന്നില്ല. 60 പട്ടികളുള്ളിടത്തോട്ടൊക്കെ പോലീസുകാർ കയറി ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാരെല്ലാം കൂടെ കടിച്ചു പറിച്ചെടുക്കും. അതുകൊണ്ട് അവർക്ക് ഇവരുടെ അനുമതി ഇല്ലാതെ കയറി ചെല്ലാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അത്രയും ഭയങ്കര സഹജീവി സ്നേഹത്തോടു കൂടി സ്നേഹിച്ച് വളർത്തുന്നതാണെങ്കിൽ പോലീസുകാർ അവിടെ കയറി ചെക്ക് ചെയ്തുകൊണ്ട് ചേച്ചിക്ക് എന്താ പ്രശ്നം? അതിനവർ സമ്മതിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്, CCTVയിൽ ചെക്ക് ചെയ്ത സമയത്ത് നൈറ്റ് ടൈം വണ്ടികൾ വന്ന് അവിടോട്ട് പൊതികളും കൊണ്ട് ആൾക്കാർ വരുന്നുണ്ടെന്ന്. മേ ബി ചിലപ്പോൾ ഇത്രയും പട്ടികളെ വളർത്തുന്നത് അറിയാവുന്നത് ആരെങ്കിലും ഫുഡ് കൊണ്ടുവരുന്നതാവാം. നമുക്ക് അങ്ങനെ എല്ലാം സംശയദൃഷ്ടിയോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മാത്രമേ കാണാൻ പറ്റൂ. ചിലപ്പോൾ ഫുഡ് കൊണ്ടുവരുന്നതാവാം ആരെങ്കിലും, ചിലപ്പോൾ പറയാൻ പറ്റൂല, ഇന്നത്തെ കാലമാണ്. ചിലപ്പോൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും, കാരണം കുഞ്ഞുങ്ങളുടെ കയ്യിൽ വഴിയാണ് ഇപ്പം എല്ലാവരും പൊടി മക്കൾ, നമ്മളാരും മനുഷ്യരായിട്ടുള്ളവരാരും ചെയ്യില്ല എന്ന് കരുതിയ കാര്യമാണ് നമുക്ക് ചുറ്റും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 10 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെയാണ് ക്യാരിയർമാരായിട്ട് യൂസ് ചെയ്തിട്ട് ഇവന്മാരിപ്പോൾ ആൾക്കാർ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ
ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമായതുകൊണ്ട് നമുക്ക് അറിയില്ല എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത്. അപ്പം പോലീസിനെ കയറി ചെക്ക് ചെയ്യാൻ ഇവർ സമ്മതിച്ചിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു സംശയം അവിടെ വരില്ലായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് അവരൊക്കെ അങ്ങനെയൊന്നും അല്ല, അവർ പട്ടികളെ സ്നേഹിച്ച് ആ ഒരു ലെവലിലാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ചേച്ചി അതിനെ സമ്മതിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് അത് തീർത്തങ്ങോട്ട് പറയാൻ പറ്റില്ല. ഇവരും പത്തനംതിട്ട സ്വദേശിയാണ്. മറ്റേ നമ്മൾ കണ്ട സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ മോനും പത്തനംതിട്ടയാണ്. എന്താണ് ഇതിൻ്റെ പറയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിടത്ത്, അതായത് അടൂർ, അവരുടെ അടുത്തുള്ളത് 140 പട്ടികളാണ്. ചെറുതും 50 ചെറിയ പട്ടികളും പിന്നെ ബാക്കി വലുതും പിന്നെ രോഗം വന്നതുമൊക്കെ ആയിട്ട് മൊത്തം 140 അധികം പട്ടികളുണ്ട്. എറണാകുളത്ത് ഇവരുടെ അടുത്താണെങ്കിൽ 60 നായ്ക്കൾ. നമ്മളിപ്പോൾ 3 നേരം കൊടുക്കണ്ട, പക്ഷേ എന്നാലും 2 നേരം വെച്ചിട്ട് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഈ 60 നായ്ക്കൾ അല്ലെങ്കിൽ 140 നായ്ക്കൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം തന്നെ എന്ത് ചിലവ് വരുമെന്നാണ്. ആ പുള്ളിക്കായിരുന്നാലും അവർക്ക് കാര്യമായിട്ട് ജോലി ഇല്ല, അവർ അങ്ങനെ കാര്യമായിട്ട് വരുമാനമുള്ളവരല്ല, അവർ വാടക വീട്ടിലാണ്. അപ്പോൾ ഇവർക്ക് ഈ പട്ടികളെ നോക്കാനുള്ള വരുമാനം എവിടെ നിന്നാണ്? അവർ നോക്കുന്നുണ്ടോ? പട്ടികളെ നല്ല പ്രോപ്പറായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വരുമാനം എവിടെ നിന്നാണ്? എന്താണ് അവരുടെ സോഴ്സ്? ഓക്കെ, അതോ ഇതൊരു മറയായിട്ടാണോ ഇവർ ഈ പട്ടികളെ ഇങ്ങനെ വളർത്തുന്നത്? എന്തിൻ്റെങ്കിലും മറയാണോ? നമ്മൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും ചിന്തിക്കണം. ഓക്കെ, ഒരാൾ നല്ലത് ചെയ്യുമ്പോൾ അതിന് കുറ്റം കണ്ടുപിടിക്കുന്ന മലയാളികളെന്ന് പറഞ്ഞിപ്പോൾ കുറച്ച് പേര് വരും. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം. കാരണം ഇന്ന് ഞാൻ ന്യൂസ് കണ്ടതാണ്, 10 വയസ്സുള്ള മോനെയാണ് കഞ്ചാവ് വിൽക്കാൻ അച്ഛൻ ഉപയോഗപ്പെടുത്തിയത്. കഞ്ചാവല്ല, MDMA വിൽക്കാനായിട്ട് മോനെയാണ് ഈ അച്ഛൻ യൂസ് ചെയ്തിരുന്നത് മകൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. അതായത് ഈ 10 വയസ്സുള്ള മകനെ ഇത് വിൽക്കാനായിട്ട് ഏൽപ്പിച്ചു മകൻ്റെ ഫ്രണ്ട്സ്. 10 വയസ്സുള്ള മകൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 10, 9, 11, 12 ഒക്കെ വയസ്സുള്ള കുട്ടികളായിരിക്കും ഇവരുടെ ഇടയിൽ വിൽക്കാനായിട്ട്. അപ്പം നമുക്ക് ആരെയും, ഇപ്പം നമ്മുടെ അച്ഛനോ അമ്മയെന്ന് പറഞ്ഞിട്ടൊന്നും പോലും കാര്യമില്ല, നമുക്ക് ആരെയും വിശ്വസിക്കാൻ അങ്ങനെ ആരെയും, നമ്മുടെ സ്വന്തം നിഴലിനെ പോലും വിശ്വസിച്ചുകൂടാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കണം. എന്തിന് ഇവർ, അല്ലെങ്കിൽ അത്രയും പ്രോപ്പർ കെയർ കൊടുത്ത് പട്ടികളെ നോക്കുന്നവരായിരിക്കും. ഇത് കിടക്കുന്നതിൽ പല പട്ടികളും അസുഖം വന്ന് പുഴുവരിച്ച ഒരു അവസ്ഥയിലാണ്. ഓക്കെ, അപ്പോൾ അതവർ പട്ടികളോടുള്ള സ്നേഹം കൊണ്ടൊന്നും ചെയ്യുന്നതാണെന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റൂല. ഇതിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇടപെടണം. അവർ പ്രോപ്പറായിട്ട് അവർ പട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഷെൽട്ടർ ഇതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം. ഇവർ ലൈസൻസ് ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് പറഞ്ഞപ്പോൾ ഓക്കെ, ഞാൻ ഇപ്പോൾ ലൈസൻസ് എടുക്കാമെന്നാണ് പുള്ളി പറയുന്നത്. ആ പുള്ളിക്കും കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനുള്ള സോഴ്സ് അവർക്ക് എവിടെ നിന്ന്? ലൈസൻസ് എടുക്കുന്നതിനുള്ള എമൗണ്ട് ആവട്ടെ, പട്ടികളെ ഈ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള എമൗണ്ട് ആവട്ടെ, ഇതൊക്കെ ഇവർക്ക് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്, ഇവരത് പ്രോപ്പർ കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതില്ല തീർച്ചയായിട്ടും എടുക്കണം. ഇവർക്ക് വേറെ എന്തിനെങ്കിലും ഒരു മറയാണെങ്കിൽ ഈ പാവപ്പെട്ട മിണ്ടാപ്രാണികളെ ഇതിനായിട്ട് അവരത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനും നമ്മൾ നോക്കട്ടെ. കാരണം അത് പുഴുവരിച്ചൊക്കെ കിടക്കുന്ന ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അതുങ്ങളെ മറയാക്കുകയാണെങ്കിൽ അതും ഒരു ദ്രോഹമല്ലേ. അവർ നല്ല മനസ്സോടെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണം. അവർക്ക് ഒരുപാട് ആൾതാമസം ഇല്ലാത്ത ഒരു ഏരിയയിലേക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ കൊടുക്കണം. അവർക്ക് അങ്ങനെ നോക്കാനൊരു മനസ്സുണ്ടല്ലോ. അത് കരുതിയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് മൃഗങ്ങളെ നോക്കാനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ട് നമ്മളത് തീർച്ചയായിട്ടും ഗവൺമെൻറ് അത് കണ്ടിട്ട് ചെയ്യണം. എന്തായാലും ചുറ്റുമുള്ള ജനങ്ങൾക്ക് അത് തീർച്ചയായിട്ടും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവർ പട്ടികളെ മനസ്സിലാക്കുന്നത് പോലെ കുറച്ച് ബാക്കി അയൽവക്കത്തുള്ള കുട്ടികളെ കൂടെ കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കാരണം തീർച്ചയായിട്ടും ഇത് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുട്ടികൾക്കാണ്. അതിപ്പോൾ പഠിക്കുന്ന കുട്ടികളായാലും പൊടിക്കുട്ടികളായാലും, എന്നാലും ബുദ്ധിമുട്ട് കൂടുതലും ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് തന്നെയാണ്. അത് മനസ്സിലാക്കി ഇതിന് വേണ്ട നടപടി എടുക്കുമെന്നും കരുതുന്നു. ഇപ്പോൾ എന്തായാലും RTOയും കളക്ടറും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണുമെന്ന് വിശ്വസിക്കാം. താങ്ക് യു. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു.